കേരളീയരെ നോർത്ത് ഇന്ത്യൻസിനെ പോലെ റിച്ച് ആകണം എങ്കിൽ ഇത് ശ്രമിക്കും. ഉത്തരേന്ത്യൻ ബിസിനസ് ടൈക്കൂണുകളുടെ ആഡംബര ജീവിതം കാണുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ആ നിലയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കാറുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ 10 സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ നിർമ്മാണ യൂണിറ്റുകളുള്ള സംസ്ഥാനങ്ങൾ ആകുന്നു. അതാണ് വസ്തുത. സത്യത്തിൽ അവരെക്കാൾ വലിയൊരു സാമ്പത്തിക ശക്തി ആകാനുള്ള കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലും കയ്യിലുള്ള സ്കിൽസിലുമാണ്. മറ്റൊരാളെ കോപ്പിയടിക്കുകയല്ല, നമ്മുടെ സ്വന്തം പവർ തിരിച്ചറിഞ്ഞ് കളത്തിലിറങ്ങുന്നതിലാണ് യഥാർത്ഥ ഗെയിം. നമുക്ക് മിഥ്യാധാരണകൾ പൊളിച്ചെഴുതാം. സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ കണ്ട് കേരളം പിന്നിലാണെന്ന് കരുതരുത്. ഉത്തരേന്ത്യൻ സമ്പത്ത് ചിലരിൽ ഒതുങ്ങുമ്പോൾ കേരളത്തിൽ കുറച്ചുകൂടി നീതിയുക്തമായ വിതരണമാണുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം നിരക്കും ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചികയും കേരളത്തിനാണ്. ആളോഹരി വരുമാനത്തിലും നമ്മൾ മുന്നിലാണ്. നമ്മുടെ പ്രശ്നം പണമില്ലാത്തതിലല്ല. ഗൾഫിൽ നിന്നടക്കം വരുന്ന പണം വീടും ഫോണും വാങ്ങി തീർക്കാതെ അത് പുതിയ പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്തതാണ്. നമ്മൾ മറ്റുള്ളവർ ചെയ്ത് വിജയിച്ച സംരംഭത്തിന് പിന്നാലെ പോകാതെ, അതായത് ചപ്പാത്തി കമ്പനിയും ടർഫും റെസ്റ്റോറൻറ്റും ഹോട്ടലുകളും പോലുള്ള ഒരേ ബിസിനസ് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് പകരം പുതിയ ഇടങ്ങൾ തേടുന്നതിലാണ് യുക്തി. കേരളത്തിന്റെ സ്വർണ്ണകൻ നമ്മുടെ കഴിവുകൾ. ഏറ്റവും വലിയ ശക്തി പഠിപ്പും വിവരവുമുള്ള ചെറുപ്പക്കാരാണ്. പക്ഷേ ഈ കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും വളർത്താനാണ്. ഈ കളി മാറ്റാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ: നിർമ്മാണ മേഖല അഥവാ മാനുഫാക്ചറിംഗ്. തമിഴ്നാടും ഗുജറാത്തും ഒക്കെ സാമ്പത്തികമായി പറഞ്ഞത് ഇതിന്റെ ചെറുകിലാണ്. ഒരു വലിയ ഫാക്ടറി വരുമ്പോൾ 100 കണക്കിന് ചെറുകിട യൂണിറ്റുകൾ ഒപ്പം വളരും. ഇതാണ് യഥാർത്ഥ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. കേരളത്തിൽ ബിസിനസ് തകരുമെന്ന പഴയ ധാരണ ഇന്ന് മാറിക്കഴിഞ്ഞു. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഒപ്പമുണ്ട്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും തുടങ്ങാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSUM ഗ്രാൻഡുകൾ നൽകുന്നു. ബിസിനസ് വളർത്താനും സഹായങ്ങളുണ്ട്. സ്ഥലം കണ്ടെത്താൻ കിൻഫ്ര പോലുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കുറഞ്ഞ വാടകയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. ബിസിനസ് തുടങ്ങാനുള്ള നൂലാമാലുകൾ കുറഞ്ഞ് കേരളം മുന്നേറുകയാണ്. എന്ത് നിർമ്മിക്കാം? ചില ആശയങ്ങൾ. നമ്മുടെ നാടിനും കഴിവിനും പറ്റിയ ചില ബിസിനസ് ആശയങ്ങൾ ഇതാ. ഫുഡ് പ്രോസസിംഗ്. നമ്മുടെ ചക്കയും മാങ്ങയും കപ്പയും എല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശ മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ. കേരള ആയുർവേദ എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് കോസ്മെറ്റിക്സും ഹെൽത്ത് സപ്ലിമെന്റുകളും ലോകമെങ്ങും വിൽക്കാം. റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ. റബ്ബർ ഷീറ്റായി വിൽക്കുന്നതിന് പകരം മെഡിക്കൽ ഗ്ലൗസ് മുതൽ കാറിന്റെ പാർട്സ് വരെ ഇവിടെ നിർമ്മിച്ചാൽ ലാഭം 10 മടങ്ങാകും. ഇലക്ട്രോണിക്സ് അസംബ്ലി. നമ്മുടെ യുവത്വത്തെ ഉപയോഗിക്കാൻ പറ്റിയ മേഖല. ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അസംബ്ലിംഗ് യൂണിറ്റുകൾക്ക് വലിയ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഇനി ഉത്തരേന്ത്യക്കാരെ നോക്കി അസൂയപ്പെടേണ്ട. അവരുടെ വിജയമന്ത്രം ഇൻഡസ്ട്രി ആയിരുന്നു. നമ്മുടെ മന്ത്രവും അതുതന്നെയാകണം. പക്ഷേ നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ ഒരു ജോലിക്ക് വേണ്ടി അലിയുന്നതിന് പകരം 10 പേർക്ക് ജോലി കൊടുക്കുന്ന സംരംഭകനായി മാറാൻ തയ്യാറാകണം. സർക്കാർ സഹായങ്ങൾ വിരൽ തുമ്പിലുണ്ട്. വേണ്ടത് മാറി ചിന്തിക്കാനും ധൈര്യത്തോടെ ഒരടി മുന്നോട്ട് വെക്കാനുമുള്ള ഒരു മനസ്സാണ്. നിങ്ങളുടെ ഐഡിയകൾ താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് കേരളത്തെ ഒരു വാങ്ങൽ സംസ്ഥാനം എന്നതിൽ നിന്ന് ഒരു നിർമ്മാണ ശക്തി കേന്ദ്രമാക്കി മാറ്റാം. കേരളം വ്യവസായത്തിന് കൊള്ളാത്ത സംസ്ഥാനമാണ് എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ 1000 മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ തുടങ്ങി വിജയിപ്പിച്ച് കാണിക്കലല്ലേ ഹീറോയിസം. മുന്നേറാം ഒറ്റക്കെട്ടായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ ഗൈഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ബിസ്റ്റാർട്ട് മാപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക.